സഖാക്കളെ, സുഹൃത്തുക്കളെ, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സാധാരണ കുടുംബങ്ങൾ ജപ്തി ഭീഷണി നേരിടുന്ന സ്ഥലമാണ് വൈപ്പിൻകര. വൈപ്പിൻകരയിലെ സഹകരണ സംഘങ്ങൾ ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു വശത്ത് സർക്കാർ ജപ്തി നടപടികൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ വ്യാപകമായി വസ്തു അളന്ന് ലേലം ചെയ്യുമെന്ന ഭീഷണി കത്തുകൾ ഓരോ കുടുംബത്തിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എടവനക്കാട് സർവീസ് സഹകരണ സംഘം ഇല്ലത്തുപടിയിലെ സിദ്ധന്റെയും പ്രസാദിന്റെയും അടക്കം നിരവധി പേരുടെ വസ്തു അളക്കുമെന്ന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വസ്തു പരസ്യമായി സമൂഹമധ്യത്തില് വായ്പയെടുത്തവരെ അവഹേളിക്കാനും സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ കിടപ്പാടം വിറ്റുകൊണ്ടോ അതല്ലെങ്കിൽ വലിയ രീതിയിൽ ആരോടെങ്കിലും വായ്പ പലിശയ്ക്ക് വാങ്ങിക്കൊണ്ടോ കുടിശ്ശികയുള്ള വായ്പ തിരിച്ചടപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ്. ആരംഭത്തിലെ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഒന്നടങ്കം ഇതിനെ തുറന്നു കാട്ടുകയും അതിനെ പ്രതിരോധിക്കേണ്ടതുമാണ്. വൈപ്പിൻകരയില് അരക്ഷിതാവസ്ഥയിലായ ജപ്തി നേരിടുന്നതിന്റെ ഭാഗമായി എന്ത് ചെയ്യണമെന്നറിയാതെ സംഘർഷഭരിതമായിട്ട് ജീവിക്കുന്ന നിരവധി മനുഷ്യർക്ക് മാർഗദർശകമാകുന്നത് വിധം നമുക്ക് ഈ വരുന്ന ദിവസം നാളെ 26-ാം തീയതി രാവിലെ 10 മണിക്ക് എല്ലാ പ്രവർത്തകരും ഇല്ലത്തുപടി സ്റ്റോപ്പിലിറങ്ങി വസ്തു അളക്കുന്ന വീടിൽ എത്തേണ്ടതുണ്ട്. വസ്തു അളക്കാൻ അനുവദിക്കാതിരിക്കുകയും അതിനുശേഷം എടവനക്കാട് സർവീസ് സഹകരണ സംഘത്തിന്റെ ഓഫീസിലേക്ക് കൂട്ടായി പോയി കിടപ്പാടം ജപ്തി ചെയ്യരുതെന്നും ദരിദ്രരായ ജനവിഭാഗങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള സമീപനം സ്വീകരിക്കണമെന്നും കോവിഡ്, പ്രളയം, നോട്ട് നിരോധനം, GST, അപകട മരണങ്ങൾ, മാരകമായ രോഗങ്ങൾ എന്നീ പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഇളവും സാവകാശവും കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം നമ്മൾ സമർപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തകരും നാളെ രാവിലെ 10 മണിക്ക് തന്നെ ഇല്ലത്തുപടി സ്റ്റോപ്പിൽ എത്തിച്ചേരേണ്ടതാണ്. നമുക്കറിയാം, ഇന്ന് കേരളീയ സമൂഹത്തില് ജപ്തി നടപടിക്കെതിരെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെട്ടു വരികയാണ്. എന്നാൽ നിരവധി ഇടങ്ങളില് ജപ്തി നേരിടുന്ന മനുഷ്യര് ആത്മഹത്യയിലേക്കും അതുപോലെ വലിയ കടബാധ്യതയിലേക്കും കിടപ്പാടം തന്നെ വിറ്റുകൊണ്ട് തെരുവിലേക്കും പോയിക്കൊണ്ടിരിക്കുക. സമൂഹത്തില് കടത്തിൽപ്പെടുക അല്ലെങ്കിൽ കടക്കണിയിൽ ജീവിക്കേണ്ടി വരുന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് നിലനിൽക്കുന്ന വ്യവസ്ഥ സമൂഹത്തില് ജനിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ മുഴുവനും മരണമടയുന്നിടത്തോളം കാലം വലിയ കടബാധ്യതയിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ ആ അവസ്ഥ മാറ്റുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരം കടത്തിൽ മുങ്ങി ജീവിക്കുന്ന മനുഷ്യരെ കൈപിടിച്ച് ഉയർത്തി ഒരു പുതിയ ജീവിതം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം ഉണ്ടാകേണ്ടതുണ്ട്. പൊതുസമൂഹത്തിലെ ബാങ്കുകൾക്ക് മാത്രം അമിതാധികാരങ്ങൾ നൽകുകയും
അതേസമയം തന്നെ നിർധനരായ മനുഷ്യർക്ക് കടാശ്വാസമോ കടപരിഹാരമോ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പൊതുബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മറുവശത്ത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കിട്ടാക്കടം വരുത്തിയിട്ടുള്ള 85% വരെ കിട്ടാക്കടം വരുത്തിയിട്ടുള്ള അതിസമ്പന്നരായ കോർപ്പറേറ്റുകൾക്ക് 15 ലക്ഷം കോടി രൂപ വരെ എഴുതിത്തള്ളുന്ന നടപടിയും കാണാൻ കഴിയുന്നുണ്ട്. ദരിദ്രരായ ജനങ്ങളുടെ പലിശയും പിഴപ്പലിശയും കൂടിയ വലിയ തുക ഇളവ് ചെയ്യാനോ അതിന് സാവകാശം കൊടുക്കാനോ തയ്യാറാകാത്ത കർക്കശമായ സമീപനമാണ് ബാങ്കുകളും സഹകരണ സംഘങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സമൂഹത്തില് ശക്തമായൊരു പ്രതിരോധ നിര നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം മുൻകൈയെടുത്ത് നടത്തുന്ന ഈ സമരത്തിലെ എല്ലാ ആളുകളും എത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെ കാണാൻ ഇറങ്ങാത്ത രാഷ്ട്രീയ കക്ഷികൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ശരിയായ തീരുമാനം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ബാങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള അമിതാധികാര നിയമങ്ങൾ നിയമനിർമ്മാണ സഭകളിൽ പാസാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഇത് നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇത്തരം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ, നിസ്വരം നിസ്സഹായരമായ ആളുകളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മൾ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത്. ഓരോ വ്യക്തികളുടെയും ജപ്തി തടഞ്ഞുകൊണ്ടല്ല നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുത്, സർഫാസിയെ പോലുള്ള ജനവിരുദ്ധ നിയമങ്ങൾ റദ്ദാക്കുക, ദരിദ്ര ജനവിഭാഗങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുക, മൈക്രോ ഫൈനാൻസ് പോലുള്ള ബ്ലേഡ് സംവിധാനങ്ങൾ ഇന്ന് കടത്തിൽ കുരുക്കിയിട്ടുള്ള സാധാരണ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിന് അവരെ നിയന്ത്രിക്കുകയും ബദൽ വായ്പാ സംവിധാനങ്ങൾ വായ്പ കിട്ടാക്കനിയായ സാധാരണ ജനങ്ങൾക്ക് ഗാർഹിക വായ്പകളല്ലാതെ ഉൽപാദനക്ഷമമായ വായ്പകൾ നൽകിക്കൊണ്ടുള്ള ശരിയായ ഒരു സമീപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉന്നയിക്കുന്നത്. അത്തരം നിലപാടുകൾ സാധ്യമാക്കിയെടുക്കാനായി നമുക്ക് വേണ്ടതൊരു സംഘടനയാണ്. ആ സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമരത്തിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.